Hi, Ayyankali, an extract from the book Ayyankali, a Dalit leader of organic protest, from A04, readings on Kerala. Well, friends, let's start with an essay. ഈ essay കൊണ്ട് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ പാഠത്തിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടും. So, here is the question. How and why did SJPS labor to organize the voiceless and the marginalized people? ഈ SJPS എന്ന സംഘടന പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനതയെ സംഘടിപ്പിച്ചുവല്ലോ, അത് എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. Now, here is the answer. Paragraph number 1. Ayyankali was a major figure in Kerala Renaissance. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു അയ്യങ്കാളി. He fought for the rights and betterment of the Dalit people. ദളിതരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാട്ടം നയിച്ചു. He established സാധു ജന പരിപാലന സംഘം SJPS to organize the voiceless and marginalized people. പാർശ്വവൽക്കരിക്കപ്പെട്ട ആ ജനതയെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം SJPS, അതായത് സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചത്. Well, this is paragraph number 1. Now take a look at paragraph number 2. The purpose of SJPS was to bring about solidarity among Sadhu Janam and uplift their material conditions. SJPSന്റെ ലക്ഷ്യം സാധു ജനതയെ സംഘടിപ്പിച്ച് ഐക്യം ഊട്ടിയുറപ്പിക്കുകയും അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയുമായിരുന്നു. അയ്യങ്കാളി tried to bring them into the mainstream of the society. ആ സാധു ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അയ്യങ്കാളി പരിശ്രമിച്ചു. Even though the public roads were legally open to Dalits, the brutal physical attack by the upper caste Hindus deterred them. അക്കാലത്ത് നിയമപരമായി ദളിതർക്ക് പൊതുവഴികൾ ഉപയോഗിക്കാമായിരുന്നെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ ആക്രമണത്തെ ഭയന്ന് നമ്മുടെ ദളിതർ ആ പണിക്ക് പോയില്ല. അവർ പൊതുവഴികൾ ഉപയോഗിച്ചില്ല. അയ്യങ്കാളി started with his fight for getting civil rights for the lower castes. അങ്ങനെ സാധാരണ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തോടു കൂടിയാണ് അയ്യങ്കാളിയുടെ ജീവിത സമരം ആരംഭിക്കുന്നത്. Well, this is paragraph number 2. Now, paragraph number 3. The public sphere in Kerala was dominated by the middle class of various castes. അന്നത്തെ കേരളത്തിലെ വിവിധ ജാതികളിൽപ്പെട്ട മധ്യവർഗമാണ് സമൂഹത്തിലെ പൊതു ഇടം കൈയടക്കി വാണിരുന്നത്. Only the English knowing educated people could enter into the domain of the public sphere. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നവർക്ക് മാത്രമേ സമൂഹത്തിന്റെ പൊതു ഇടത്തിൽ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. Dalits only possessed knowledge about agricultural production. എന്നാൽ ദളിതരെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ള വിദ്യാഭ്യാസം, അതായത് പരിശീലനം എന്ന് പറയുന്നത് കൃഷിപ്പണി മാത്രമായിരുന്നു. With this limited specialized knowledge, they could not enter the public sphere. ആ പണി ചെയ്യാൻ ഇംഗ്ലീഷ് ഒട്ട് വേണ്ടാതാനും. അങ്ങനെ ഇംഗ്ലീഷ് വശമില്ലാത്ത ദളിതർക്ക് സമൂഹത്തിന്റെ പൊതു ഇടത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. Well, this is paragraph number 3. Now take a look at paragraph number 4. The colonial modernity created a liberal space that fostered reformist ideas. പരിഷ്കാരങ്ങൾക്കും മാറ്റങ്ങൾക്കുമുള്ള പുതിയ പുതിയ ആശയങ്ങളും യാഥാസ്ഥിതികത്വത്തിൽ നിന്നും ഒക്കെ മാറി വളരെ ഉദാരമായ രീതിയിൽ കാര്യങ്ങളെ കാണാനും മറ്റും കൊളോണിയൽ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച ആധുനികത നമുക്ക് സമ്മാനിച്ചു. ബട്ട് ദളിറ്റ്സ് ഹാഡ് നോ പ്ലേസ് ഇൻ ഇറ്റ്. പക്ഷേ ഈ ആധുനികതയിൽ ദളിതർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. മോഡേൺ എഡ്യൂക്കേഷൻ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ടു ഗെയിൻ എൻട്രി ഇൻ ടു പബ്ലിക് സ്പേസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പൊതു ഇടത്തിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. സോഴ്സസ് ഓഫ് നോളജ് were controlled by upper caste and intermediary caste groups. പക്ഷേ ദളിതന് സ്കൂളിൽ പ്രവേശനമില്ല. കാരണം സ്കൂളുകൾ ഉയർന്ന ജാതിക്കാരുടെ നിയന്ത്രണത്തിലാണ്. They maintained reactionary practices. അന്ന് ആ ഉയർന്ന ജാതിക്കാരാണെങ്കിൽ ആറ് പിന്തിരിപ്പന്മാരും. It was in this context that Ayyankali demanded education for Dalits. ഈ സാഹചര്യത്തിലാണ് ദളിതർക്കും വിദ്യാഭ്യാസം എന്ന ആവശ്യത്തിലേക്ക് അയ്യങ്കാളി തിരിയുന്നതും പോരാട്ടം നയിക്കുന്നതും. Well, this is paragraph number 4. Now look at the last paragraph of the essay. Ayyankali was more concerned about the economic development of the Dalits.
ദളിതരുടെ സാമ്പത്തിക ഉന്നമനമായിരുന്നു അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. The living conditions of the Dalits were very miserable. അവരുടെ ജീവിതം വളരെ വളരെ കഷ്ടമായിരുന്നു. The Dalit women wore stone ornaments. ദളിത് വനിതകൾ അണിഞ്ഞിരുന്നത് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു. They were not allowed to cover the upper part of their bodies. മാറുമറയ്ക്കാൻ ദളിത് വനിതകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. In this relentless struggle, Ayyankali was inspired by fellow reformists like അയ്യാവു സ്വാമികൾ ആൻഡ് ശ്രീ നാരായണ ഗുരു. ഈ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൽ അയ്യങ്കാളിക്ക് പ്രചോദനമായത് അന്ന് ഒപ്പമുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളായ അയ്യാവ് സ്വാമികളും ശ്രീനാരായണ ഗുരുവുമായിരുന്നു. Well, friends, this is the end of the essay. Now, take a look at the short answer questions. Question number 1. What is SJPS? ചോദ്യം, എന്താണ് ഈ SJPS? SJPS is സാധുജന പരിപാലന സംഘം. അതായത് ഈ SJPS എന്ന് പറഞ്ഞാൽ സാധുജന പരിപാലന സംഘം എന്നാണ്. Now, short answer question number 2. Who all influenced the formation of SJPS? ഈ SJPSന്റെ രൂപീകരണത്തെ സ്വാധീനിച്ചത് ആരൊക്കെയായിരുന്നു? ഇതാണ് ചോദ്യം. Now, take a look at the answer. Sadananda Swami and Sri Narayana Guru influenced Ayyankali to form SJPS. അതായത് സദാനന്ദ സ്വാമിയും ശ്രീനാരായണ ഗുരു സ്വാമിയുമായിരുന്നു SJPSന്റെ രൂപീകരണത്തിൽ അയ്യങ്കാളിയെ സ്വാധീനിച്ചത്. Now, short answer question number 3. Why was education denied to Dalits? ദളിതർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? Now, here is the answer. The upper castes had the right over the school management. അന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഉയർന്ന ജാതിക്കാർക്കായിരുന്നു. They denied education to Dalits. അവരാണ് ദളിതർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചത്. Now, short answer question number 4. Why could not Dalits enter the public sphere? പൊതു ഇടത്തിൽ ദളിതർക്ക് സ്ഥാനമില്ലാതിരുന്നത് എന്തുകൊണ്ട്? Only the English knowing educated people could enter into the domain of the public sphere. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമേ പൊതു ഇടങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. Dalits only possessed knowledge about agricultural production. ദളിതരെ സംബന്ധിച്ച് കൃഷി സംബന്ധമായിട്ടുള്ള വിജ്ഞാനം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. With this limited knowledge, they could not enter the public sphere. ഈ പരിമിതമായ അറിവ് കൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രവേശനം അസാധ്യമായിരുന്നു. Well, this is the answer. Now, take a look at the last question. Who are സാധുജനം? ആരാണ് ഈ സാധുജനം? Now, here's the answer. സാധുജനം are the servile people, not of one caste alone, but of all the depressed classes, Dalits. അതായത് ദളിതരുൾപ്പെടെ എല്ലാ അവശ വിഭാഗങ്ങളിലും പെട്ട മറ്റുള്ളവരുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്ന ആളുകളെയാണ് സാധുജനം എന്ന് വിളിച്ചിരുന്നത്. Well, friends, these are the short answer questions. Now, take a look at the paragraph question. Here is question number 1. Describe the circumstances that led to the formation of SJPS. അതായത് SJPSന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. Now, take a look at the answer. Dalits were denied entry into the public sphere because they were not English educated. സമൂഹത്തിലെ പൊതു ഇടങ്ങളിൽ ദളിതർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല, കാരണം അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലായിരുന്നു. They just had knowledge about agricultural production. അവർക്ക് സാധാരണ കൃഷി സംബന്ധമായിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. With this knowledge, they could not enter the public sphere. ഈ സാമാന്യ വിജ്ഞാനം കൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുക അവർക്ക് അസാധ്യമായിരുന്നു. Only English educated people could enter the public sphere. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പൊതു ഇടങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. At the same time, education was denied to Dalits because the upper castes had the right over the school management. അതേസമയം ദളിതർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു എന്നോർക്കണം, കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഉയർന്ന ജാതിക്കാർക്കായിരുന്നു. English education was considered as minimum qualification for all things in society. സമൂഹത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു മിനിമം യോഗ്യതയായി അന്ന് കണക്കാക്കിയിരുന്നു. In the liberal space created by the colonial modernity, the Dalits had no place. ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടി ഇവിടെ ഉണ്ടായ മാറി വന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലും ദളിതർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല.
These were the circumstances that led to the formation of SJPS. ഈ വിധ സാഹചര്യങ്ങളിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ SJPS എന്ന സംഘടന രൂപീകൃതമായത്. Well, this is answer to paragraph question number 1. Now take a look at paragraph question number 2. Write about Kerala's public sphere during the early 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പൊതു ഇടത്തെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. Now here's the answer. Even though the public roads were legally open to Dalits, the brutal physical attack by the upper caste Hindus deterred them. നിയമപരമായി പൊതു റോഡുകളും നിരത്തുകളുമൊക്കെ ദളിതർക്കുൾപ്പെടെ എല്ലാവർക്കും ഉപയോഗിക്കാമായിരുന്നെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ ആക്രമണം ഭയന്ന് ദളിതർ അന്ന് പൊതുവഴികൾ ഉപയോഗിച്ചിരുന്നില്ല. The public sphere in Kerala was dominated by the middle class of various castes. അന്നത്തെ കേരളത്തിലെ വിവിധ ജാതികളിൽപ്പെട്ട മധ്യവർഗമാണ് സമൂഹത്തിലെ പൊതു ഇടം കൈയടക്കി വാണിരുന്നത്. Only the English knowing educated people could enter into the domain of the public sphere. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നവർക്ക് മാത്രമേ സമൂഹത്തിന്റെ പൊതു ഇടത്തിൽ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. Dalits only possessed knowledge about agricultural production. എന്നാൽ ദളിതരെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ള വിദ്യാഭ്യാസം, അതായത് പരിശീലനം എന്ന് പറയുന്നത് കൃഷിപ്പണി മാത്രമായിരുന്നു. With this limited specialized knowledge, they could not enter the public sphere. ആ പണി ചെയ്യാൻ ഇംഗ്ലീഷ് ഒട്ട് വേണ്ടാതാനും. അങ്ങനെ ഇംഗ്ലീഷ് വശമില്ലാത്ത ദളിതർക്ക് സമൂഹത്തിന്റെ പൊതു ഇടത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. It was in this context that Ayyankali demanded education for Dalits. ഈ സന്ദർഭത്തിലാണ് ദളിതർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണം എന്ന ആവശ്യം അയ്യങ്കാളി ഉന്നയിക്കുന്നത്. He was acutely aware of the extreme handicap that illiteracy posed to his people. നിരക്ഷരത കാരണം തൻ്റെ വിഭാഗക്കാർക്കുണ്ടായിക്കൊണ്ടിരുന്ന അപമാനം, അവസര നിഷേധം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം കൂടുതൽ ബോധവാനായി. Well, this is answer to paragraph question number 2. Now friends, take a look at paragraph question number 3. Why did colonial modernity never reach beyond Kerala's middle class? Or how did the upper class use education as a tool to keep the Dalits off the public sphere? അതായത് ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടി ഉണ്ടായ ആധുനികത എന്തുകൊണ്ട് കേരളത്തിലെ മധ്യവർഗത്തിന് അപ്പുറത്തേക്ക് എത്തിയില്ല? ഇതാണ് ആദ്യം പറഞ്ഞ ചോദ്യം. അല്ലെങ്കിൽ ദളിതരെ പൊതു ഇടത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരായുധമായി വിദ്യാഭ്യാസത്തെ ഉയർന്ന ജാതിക്കാർ ഉപയോഗിച്ചത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. Now friends, here is the answer. The colonial modernity created a liberal space that fostered reformist ideas. അതായത് പഴയ യാഥാസ്ഥിതികത്വത്തിൽ നിന്നും നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരുപാട് പുതിയ ആശയങ്ങൾ ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ ആധുനികത നമുക്ക് സമ്മാനിച്ചു. ബട്ട് ദളിറ്റ്സ് ഹാഡ് നോ പ്ലേസ് ഇൻ ഇറ്റ്. എന്നാൽ ഈ പുതിയ ഇടത്തിൽ ദളിതന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഇറ്റ് നെവർ റീച്ച്ഡ് ദം. അതിൻ്റെ നല്ല ഫലങ്ങൾ ഒരിക്കലും അവനിലെത്തിയില്ല. ഇറ്റ് നെവർ റീച്ച്ഡ് ബിയോണ്ട് കേരളാസ് മിഡിൽ ക്ലാസ്. അത് ഒരിക്കലും കേരളത്തിലെ മധ്യവർഗത്തിന് അപ്പുറത്തേക്ക് എത്തിയില്ല. എഡ്യൂക്കേഷൻ വാസ് എ പവർഫുൾ റിസോഴ്സ്. വിദ്യാഭ്യാസം ഒരു നല്ല ശക്തമായ വിഭവമാണ്, ഒരു ആയുധമാണ്. Modern education brought about by colonialism was the most important criterion to gain entry into public space. കൊളോണിയലിസം ഇവിടെ കൊണ്ടുവന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിരുന്നു പൊതു ഇടങ്ങളിൽ പ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യത. However, sources of knowledge were controlled by upper castes and intermediary caste groups. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഉയർന്ന ജാതിക്കാരും മധ്യവർഗ ജാതി കൂട്ടങ്ങളുമായിരുന്നു. They maintained reactionary practices. അവർ അറുപിന്തിരിപ്പന്മാരും മൂരാച്ചികളുമായിരുന്നു. They tried to guard education from outside intervention. ബാഹ്യശക്തികളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ അവർ എല്ലായ്പ്പോഴും ശ്രമിച്ചു. The middle class of Kerala utilized all opportunities of colonial modernity. അന്നത്തെ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തിയിരുന്നത് മധ്യവർഗമായിരുന്നു. The Dalits and Adiyalars were deprived of all these basic human rights. ദളിതനും അടിയാളനും ഈ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ അങ്ങനെ നിഷേധിക്കപ്പെട്ടു. Well, this is the answer to paragraph question number 3. Now take a look at the last paragraph question. Why were Ayyankali's objectives for SJPS
more material than spiritual. അതായത് ഈ ചോദ്യം എന്താണെന്ന് വെച്ചാൽ SJPS രൂപീകരണത്തിൽ അയ്യങ്കാളിയുടെ ലക്ഷ്യം ആത്മീയമായിരുന്നില്ല, നേരെ മറിച്ച് ഭൗതികമായിരുന്നു. എന്താ കാരണം? ഇതാണ് ചോദ്യം. Now take a look at the answer. Ayyankali's objectives for SJPS were more material than spiritual. അതെ, SJPSന്റെ രൂപീകരണത്തിലൂടെ അയ്യങ്കാളി ലക്ഷ്യം വെച്ചത് ദളിതരുടെ ജീവിത നിലവാരം ഉയർത്താനാണ്, അല്ലാതെ ആത്മീയമായ ഉന്നമനമായിരുന്നില്ല. He was more concerned about the economic development of the Dalits. ദളിതരുടെ സാമ്പത്തിക വളർച്ച തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. The living conditions of the Dalits were very miserable. അവരുടെ ജീവിത അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. They were treated as അടിയാളേഴ്സ്. അടിയാളന്മാരായിട്ടാണ് അവരെ ആളുകൾ സമൂഹം കണ്ടിരുന്നത്. They had no land of their own. സ്വന്തമായി അവർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല. Dalits had no place in the liberal space created by colonial modernity. മാറി വന്ന ആധുനിക സമൂഹത്തിൽ അവന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. They were deprived of the fruits of modern education. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഫലങ്ങൾ അവന് നിഷേധിക്കപ്പെട്ടു. Dalits were denied entry into the public sphere because they were not English educated. ദളിതന് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലായിരുന്നതുകൊണ്ട് അവന് പൊതു ഇടത്തിൽ സ്ഥാനം നിഷേധിക്കപ്പെട്ടു. They just had knowledge about agricultural production. അവനാകെ കൈവശമുണ്ടായിരുന്ന വിജ്ഞാനം കൃഷിയെപ്പറ്റിയായിരുന്നു. The Dalit women wore stone ornaments. ദളിത് വനിതകൾ അണിഞ്ഞിരുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളായിരുന്നു. They were not allowed to cover the upper part of their body. മാറുമറയ്ക്കാൻ ദളിത് വനിതകൾക്ക് അന്ന് അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. Well, this is the end of the paragraph question. Friends, this is the end of the video. I will come back soon with another video. Until then, goodbye.